ഗായ്സ്, കണ്ണെഴുതാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ഇന്നാളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അജിത ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ രണ്ട് പ്രൊഡക്റ്റാണ് ഉള്ളത്, ഡാസ്ലർ ആൻഡ് സ്റ്റുഡിയോ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഈ സ്റ്റുഡിയോയിലെ പ്രൊഡക്റ്റ് വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും വേഗം സിമ്പിൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഉള്ളത് ഡാസ്ലറാണ് കേട്ടോ. അങ്ങനെ ഞാനെപ്പോഴും കണ്ണ് എഴുതുമ്പോൾ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ കണ്ണ് എഴുതി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വിങ്സ് വേണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാം. എനിക്ക് വിങ്സ് വരയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കണ്ണ് എഴുതി കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഒരാളാണ് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റുഡിയോയിലെ പ്രൊഡക്റ്റ്, അത് ഭയങ്കര ഗ്ലോസിയാണ് കേട്ടോ. പിന്നെ ഡാസ്ലർ എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാസ്ലർ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അതാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം അത് നമുക്ക് ഭയങ്കര മാറ്റ് ഫിനിഷിങ് തരും കേട്ടോ കണ്ണിന്. അങ്ങനെ ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സെൻറ്ററിൽ നിന്നാണ്. അങ്ങനെ ഞാൻ ഈ കണ്ണും സെൻറ്ററിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഐൻ്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ കർവ് ചെയ്ത് കൊടുത്ത് വിങ്സ് വരയ്ക്കാറാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ വലതുവശത്ത് വരച്ച പോലെ ഇടതുവശത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് വാശി പിടിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും നമ്മൾ പ്രോ ആണെങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു കാജൽ എടുത്തിട്ടുണ്ട്. കാജൽ നമ്മൾ വാട്ടർ ലൈനറിൽ കൂടെ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഷെയ്ഡായിട്ട് ഞാൻ വരച്ചു കൊടുക്കാറാണ് ചെയ്യാറ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഐലൈനർ എടുത്തിട്ട് വാട്ടർ ലൈനറിൻ്റെ താഴെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. എനിക്കെപ്പോഴും ലൈറ്ററായിട്ട് എഴുതുന്നതാണ് ഇഷ്ടം. ഡാർക്കറായിട്ട് എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് ഒരുമാതിരി ചേഞ്ച് ആവുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാനിതാ രണ്ട് കണ്ണിലും ആ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ഡാർക്കായിട്ട് എഴുതാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൺമഷി എടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ലൈറ്റായിട്ട് എഴുതിയവിടെ നിങ്ങൾക്കൊന്ന് ഡാർക്കായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞു, തീർന്നില്ല കേട്ടോ. നമുക്ക് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്താലാണ് നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞാനിതാ മസ്കാര എടുത്തിട്ട്, ഏതോ ഒരു മസ്കാര കേട്ടോ, എനിക്ക് ബ്രാൻഡൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഞാനൊരു മസ്കാരയ്ക്ക് അപ്ലൈ ചെയ്ത് ഒരു പൊട്ടും വെച്ചു. അപ്പോൾ എത്രയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.